മാറത്തു പങ്കച്ചയണിഞ്ഞും കാണുന്നേശുവേ ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ ഈശോയെ, സ്നേഹനാഥ, അങ്ങ് സ്നേഹിച്ച പോലെ സ്നേഹിക്കുവാൻ, അങ്ങ് ചിന്തിച്ച പോലെ ചിന്തിക്കുവാൻ അങ്ങ് ഈ നിമിഷം എന്നിൽ കടന്നു വരണം. അങ്ങയുടെ രൂപവും അങ്ങയുടെ ഭാവവും അങ്ങ് എനിക്ക് നൽകണം. നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നിന്റെ രൂപവും ഭാവവും എന്നിലാകട്ടെ. നിന്റെ ആത്മശക്തിയും എന്നിൽ കവിഞ്ഞിടട്ടെ. നിന്റെ രൂപവും ഭാവവും എന്നിലാകട്ടെ. നിന്റെ ആത്മശക്തിയും എന്നിൽ കവിഞ്ഞിടട്ടെ. ആദിയും അന്ത്യനും നീ മാത്രമേ യേശുവേ സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ സർവസ്തുതികൾക്കും യോഗ്യനായവനെ ഒരിക്കൽ കൂടി നമുക്ക് പാടി ആരാധിക്കാം. ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഇതാ ആശ്വാസദായകനായ കർത്താവ് നമ്മുടെ മുമ്പിൽ. ആ കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് നമ്മുടെ ജീവിത ഭാരങ്ങൾ മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് ഹൃദയം തുറന്ന് നമുക്കൊരു നിമിഷം കൂടി ആരാധിക്കാം. ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ ഇരുകരങ്ങളും ദിവികാന സന്നിധിയിലേക്കൊന്ന് നീട്ടിപ്പിടിച്ചുകൊണ്ട് അവിടുന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് ചൊരിയുന്ന എല്ലാ സ്നേഹവും ഏറ്റുവാങ്ങിക്കൊണ്ട് ഉച്ചസ്വരത്തിൽ നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് ആരാധിക്കാം. ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ
ജീവിതത്തിൽ ചൊരിഞ്ഞ ചെറുതും വലുതുമായ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്തുകൊണ്ട് അതീശോയെ, നീ മാത്രമാണ് സ്തുതികൾക്ക് യോഗ്യയായവൻ, നീ മാത്രമാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ എന്ന ബോധ്യത്തിലായിരുന്നുകൊണ്ട് നമ്മെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ഹൃദയം തുറന്ന് അതരം തുറന്ന് ഒരിക്കൽ കൂടി നമുക്ക് നമ്മുടെ കർത്താവിനെ ഒന്ന് ആരാധിച്ചു പാടാം. ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേ യേശുവേ. ശിരസ് നമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പെറ്റന്മ മറന്നാലും ഒരിക്കലും നമ്മെ പറക്കാത്ത പിതാവായ ദൈവം ഇസ്രായേൽ ജനതയെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് കാനാ നാട്ടിലേക്ക് രാത്രിയിൽ അഗ്നിസ്തംഭമായി പകൽ മേഘസ്തംഭമായി അവരുടെ കൂടെ ഉണ്ടായിരുന്ന അതേ ദൈവം ഇതാ നമ്മുടെ ജീവിതത്തെ മുഴുവൻ അനുഗ്രഹിക്കുവാൻ നമ്മുടെ പിതാവായ ദൈവം നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. പിതാവായ ദൈവത്തെ സ്നേഹത്തോടെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ മുഴുവൻ നമുക്ക് പിതാവായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഒന്ന് സമർപ്പിക്കാം. എല്ലാം സമർപ്പിച്ചുകൊണ്ട് പിതാവായ ദൈവത്തിൻ്റെ എല്ലാ വാത്സല്യങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ട് ആഭാ ദൈവത്തെ നമുക്ക് ഈ നിമിഷം പാടി ആരാധിക്കാം. ആബാ ദൈവമേ, ആരാധന. ആബാ ദൈവമേ, പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ ഭൂമിയിലേക്ക് കടന്ന് മനുഷ്യനായി അവതരിച്ച യേശുക്രിസ്തു നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സമർപ്പിച്ചവൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം മക്കളായ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നവൻ നമ്മുടെ രക്ഷകനായ കർത്താവ് ഇതാ തിരുവോസ്തി രൂപത്തിൽ നമ്മോട് കൂടിയായിരിക്കുന്നു. അവിടുന്ന് നമുക്ക് കാണിച്ചു തന്ന ജീവിത മാതൃകയും നമ്മെ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും മനസ്സിലോർത്തുകൊണ്ട് അവിടുന്ന് നമുക്ക് പകർന്നു തന്ന രക്ഷയെ അനുസ്മരിച്ചുകൊണ്ട് നമ്മുടെ രക്ഷകനായ ഈശോനാഥനെ നമ്മുടെ ഹൃദയം തുറന്ന് അതരം തുറന്ന് ഈ നിമിഷം നമുക്കൊന്ന് പാടി ആരാധിക്കാം. നാഥാ യേശുവേ, ആരാധന. നാഥാ യേശുവേ, പ്രാർത്ഥിക്കുവാൻ പറ്റാതെ ഒരു പ്രാർത്ഥനാ അനുഭവമില്ലാതെ നാം നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുമ്പോൾ അവാച്യമായ നെടുവീർപ്പുകളാൽ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ മാധ്യസ്ഥം വഹിക്കുന്ന പരിശുദ്ധാത്മാവായ ദൈവം നമ്മുടെ തകർച്ചയിലും നമ്മുടെ വീഴ്ചയിലും നമ്മുടെ ബലഹീനതകളിലും നമ്മെ ശക്തിപ്പെടുത്തുന്ന
താങ്ങി നിർത്തുന്ന പരിശുദ്ധാത്മാവായ ദൈവം ഇതാ നമ്മെ അഭിഷേകം ചെയ്യുവാൻ, നമ്മുടെ ജീവിതത്തെ നവീകരിക്കുവാൻ നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട്, ആ സാന്നിധ്യത്തിലായിരുന്നുകൊണ്ട് പരിശുദ്ധാത്മാവായ ദൈവത്തെ നമുക്ക് ഈ നിമിഷം പാടി ആരാധിക്കാം. റൂഹാ ആത്മനേ ആരാധന, റൂഹാ ആത്മനേ ദിവികാന സന്നദ്ധിയിൽ ഏറ്റവും സ്വസ്ഥമായി ശാന്തമായി നമുക്കിരിക്കാം. ഈശോ തൻ്റെ പരസ്യ ജീവിതകാലത്ത് ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചതിന് ശേഷം മലമുകളിൽ നിന്ന് ഇറങ്ങി വന്ന് തൻ്റെ 12 ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തു. ഈശോ തൻ്റെ ഓരോ അത്ഭുതങ്ങൾക്കും തൻ്റെ കൂടെ ആ ശിഷ്യന്മാരെ ചേർത്ത് നിർത്തി. ഈശോയുടെ എല്ലാ അത്ഭുതങ്ങൾക്കും സാക്ഷിയായി തീർന്ന പത്രോസ്ലീഹ ഈശോ പഠിപ്പിച്ച കാര്യങ്ങൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട്, ഈശോയുടെ സൗഖ്യാനുഭവം കുടുംബത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് ഈശോയെ അനുഭവിച്ചറിഞ്ഞവൻ. 3 വർഷക്കാലം ഈശോയുടെ കൂടെ നടന്ന് പിതാവായ ദൈവത്തെപ്പറ്റി, സ്വർഗരാജ്യത്തെപ്പറ്റി അനുഭവിച്ചറിഞ്ഞവൻ. ഈശോനാഥൻ തൻ്റെ പീഡാസഹന സമയത്ത് പത്രോസ് അവിടുത്തെ അതുവരെ സ്നേഹിച്ച തൻ്റെ കർത്താവിനെ തള്ളിപ്പറഞ്ഞു. 1 പ്രാവശ്യമല്ല, 3 പ്രാവശ്യം. താൻ കാത്തു പരിപാലിച്ച് തന്നോട് കൂടെ നടത്തിയ പത്രോസ്ലീഹ തള്ളിപ്പറഞ്ഞപ്പോൾ ഈശോ ഒരുപാട് വേദനിച്ചു, ഒരുപാട് നൊമ്പരപ്പെട്ടു. എങ്കിലും തൻ്റെ ഉദ്ധാനത്തിനു ശേഷം ഈശോ പത്രോസ്ലീഹയെ കണ്ടപ്പോൾ ഒരു വാക്കുകൊണ്ട് പോലും അവിടുന്ന് പത്രോസിനെ കുറ്റപ്പെടുത്തിയില്ല, ഒരു വാക്കുകൊണ്ട് പോലും പരാതി പറഞ്ഞില്ല, മാറ്റി നിർത്തിയില്ല. തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നീ എനിക്ക് എന്നും പ്രിയപ്പെട്ടവനാണ് എന്ന് കർത്താവ് ഏറ്റുപറഞ്ഞു. സഭയുടെ തലവനാക്കി പത്രോസിനെ അവിടുന്ന് ഉയർത്തി. പ്രിയപ്പെട്ടവരെ, ഈ ആരാധന സമയത്ത് നമ്മൾ ഏതവസ്ഥയിലാണോ ആ അവസ്ഥ നമ്മുടെ കർത്താവിൻ്റെ മുമ്പിൽ നമുക്കൊന്ന് സമർപ്പിക്കാം. പാപാവസ്ഥയിലാണോ, രോഗാവസ്ഥയിലാണോ, പലപ്പോഴും പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണോ? ഇതാ കർത്താവ് നമ്മളോട് പറയുന്നു, സാരമില്ല, ഞാൻ നിന്നെ മാറ്റി നിർത്തുകയില്ല, ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും, ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. എൻ്റെ പൊന്നുമോളെ, എൻ്റെ പൊന്നുമോനെ, നീ എൻ്റേതാണ്, നീ എനിക്കുള്ളതാണ്. ഈശോ ഒരുപാട് സ്നേഹത്തോടെ നമ്മെ മാറോട് ചേർക്കുന്ന അനുഗ്രഹിക്കുന്ന നിമിഷമാണിത്. ആ സ്നേഹം മുഴുവൻ നമുക്ക് ഏറ്റുവാങ്ങാം. നമ്മുടെ ജീവിതത്തിൻ്റെ, നമ്മുടെ ഹൃദയത്തിൻ്റെ, നമ്മുടെ ആത്മാവിൻ്റെ അവസ്ഥ മുഴുവൻ ഈശോനാഥൻ്റെ മുമ്പിലേക്ക് നമുക്ക് ഈ നിമിഷം സമർപ്പിക്കാം. മാറോട് ചേർത്ത് വെക്കുന്ന ആ സ്നേഹം നമുക്ക് ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങാം. ഞാൻ നിന്നെ കൈവിടുമോ, ഒരു നാളും മറക്കുമോ, ഞാൻ നിന്നെ കൈവിടുമോ, ഒരു നാളും മറക്കുമോ. അമ്മ മറന്നാലും മറക്കാൻ
വിശുദ്ധ കൊച്ചു ത്രേസ്യ തൻ്റെ ജീവിതകാലത്ത് ഇങ്ങനെ പറയുന്നുണ്ട്: ഞാൻ എൻ്റെ കർത്താവിനെ സ്നേഹിക്കുന്നത് പോലെ ഈ ഭൂമിയിൽ മറ്റാരും കർത്താവിനെ സ്നേഹിക്കുകയില്ല. ഞാൻ എൻ്റെ കർത്താവിനെ സ്നേഹിക്കുന്നത് പോലെ ഈ ഭൂമിയിൽ മറ്റാരും കർത്താവിനെ സ്നേഹിക്കുകയില്ല. അനുഗ്രഹങ്ങളുടെ ഈ അൽത്താരയിൽ നമ്മുടെ കർത്താവ് നമ്മുടെ മുമ്പിൽ കടന്നു വന്നിരിക്കുമ്പോൾ കർത്താവ് നമ്മളോടും ചോദിക്കുന്നുണ്ട്: പ്രിയ മകളെ, മകനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? നിന്റെ ജീവിത പങ്കാളിയേക്കാൾ, നിനക്ക് ഞാൻ നൽകിയ മക്കളേക്കാൾ, നിന്റെ സമ്പത്തിനേക്കാൾ നീ എന്നെ സ്നേഹിക്കുന്നുവോ? നിന്റെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കുന്ന കടബാധ്യതകളുടെ ഉള്ളിൽ നിന്ന്, നിന്നെ അളട്ടുന്ന എല്ലാ സങ്കടങ്ങളുടെ നടുവിൽ നിന്ന്, നിന്റെ എല്ലാ രോഗാവസ്ഥകളുടെ നടുവിൽ നിന്ന് നിനക്ക് പറയാൻ സാധിക്കുമോ, എൻ്റെ കർത്താവെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന്? ഇന്ന് കർത്താവ് നമ്മളോട് ആവർത്തിച്ച് ചോദിക്കുന്ന ആ ചോദ്യം ഹൃദയത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് നമ്മുടെ ജീവിതാവസ്ഥ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, അതിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കി നമുക്കും ഒന്ന് പറയാം: എൻ്റെ കർത്താവെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, എനിക്ക് അങ്ങയെ മാത്രം മതി. എൻ്റെ എല്ലാ സമ്പത്തിനേക്കാൾ, എൻ്റെ ജീവിത പങ്കാളിയേക്കാൾ, എൻ്റെ മക്കളേക്കാൾ, എൻ്റെ സമ്പത്തിനേക്കാൾ, എൻ്റെ എല്ലാം വിജയങ്ങളെക്കാൾ, എൻ്റെ എല്ലാം പരാജയങ്ങളെക്കാൾ, എൻ്റെ എല്ലാം സങ്കടങ്ങളെക്കാൾ കർത്താവെ, അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. നമുക്ക് ഹൃദയത്തിൽ ഏറ്റു പറയാം: കർത്താവെ, പൂർണ്ണമായി ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഈശോയേ, ഞാൻ നിന്നെ മാനിക്കുന്നു ഈശോയേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഈശോയേ, ഞാൻ നിന്നെ മാനിക്കുന്നു ഈശോയേ, ഞാൻ നിന്നെ അനുസരിക്കും, ഞാൻ നിന്നെ അനുഗമിക്കും, ഞാനെന്നും ആരാധിക്കും ഈശോയേ, ഞാൻ നിന്നെ അനുസരിക്കും, ഞാൻ നിന്നെ അനുഗമിക്കും, ഞാനെന്നും ആരാധിക്കും ഈശോയേ. ഹൃദയം കൊണ്ടൊന്ന് പാടിയാലോ? സ്നേഹിക്കുന്നു ഈശോയേ, ഞാൻ നിന്നെ മാനിക്കുന്നു ഈശോയേ. ജീവിതത്തിലെ എല്ലാ അവസ്ഥകളും സമർപ്പിച്ചുകൊണ്ടൊന്ന് സ്നേഹിച്ചേ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഈശോയേ, ഞാൻ നിന്നെ മാനിക്കുന്നു ഈശോയേ. നമ്മുടെ ജീവിതത്തെ മുഴുവൻ സമർപ്പിച്ചുകൊണ്ട്, നമ്മുടെ രോഗാവസ്ഥകളെയും വിഷമതകളെയും സങ്കടങ്ങളെയും ഒന്ന് സമർപ്പിച്ചുകൊണ്ട്, നമ്മുടെ മക്കളെയും ജീവിത പങ്കാളിയും കർത്താവ് നമുക്ക് നൽകിയ എല്ലാറ്റിനെയും സമർപ്പിച്ചുകൊണ്ടൊന്ന് സ്നേഹിച്ചേ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഈശോയേ, ഞാൻ നിന്നെ മാനിക്കുന്നു ഈശോയേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഈശോയേ, ഞാൻ നിന്നെ മാനിക്കുന്നു ഈശോയേ. ദിവികാനനാഥനെ നോക്കിക്കൊണ്ട് ഒന്ന് ഞാൻ സ്നേഹിക്കുന്നു എന്ന് ഏറ്റു പറഞ്ഞേ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഈശോയേ, ഞാൻ നിന്നെ മാനിക്കുന്നു ഈശോയേ, ഞാൻ നിന്നെ അനുസരിക്കും, ഞാൻ നിന്നെ അനുഗമിക്കും, ഞാനെന്നും ആരാധിക്കും ഈശോയേ, ഞാൻ നിന്നെ അനുസരിക്കും, ഞാൻ നിന്നെ അനുഗമിക്കും, ഞാനെന്നും ആരാധിക്കും ഈശോയേ. നമ്മുടെ ഈശോ നമ്മെ ആശീർവദിക്കുന്ന അനുഗ്രഹീത നിമിഷത്തിലേക്ക് നാം ഒരുങ്ങുകയാണ്. ഈശോ ഒരുപാട് അനുഗ്രഹങ്ങൾ കൊണ്ടാണ് നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ഈ നിമിഷം നമ്മുടെ കുടുംബത്തിലേക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് അവിടത്തോട് ചോദിച്ചു വാങ്ങാം. നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും, നമ്മുടെ ഹൃദയത്തിനുള്ളിലെ എല്ലാ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും അവിടുത്തെ തിരുമുമ്പിൽ നമുക്കൊന്ന് സമർപ്പിക്കാം. ഈശോ തൻ്റെ വലതുകരം നീട്ടി നമ്മെ അനുഗ്രഹിക്കുമ്പോൾ
നമ്മുടെ ജീവിതത്തിലെ എല്ലാ അവസ്ഥകളും നമുക്ക് അവിടുത്തെ മുമ്പിൽ ഒന്ന് സമർപ്പിക്കാം. ചെറുതും വലുതുമായ നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ എല്ലാ കാര്യങ്ങളും ദിവികാനനാഥനെ നമുക്കൊന്ന് ഭരമേൽപ്പിക്കാം. നമ്മുടെ കുടുംബം, നമ്മുടെ ജീവിത പങ്കാളി, നമ്മുടെ മക്കൾ എല്ലാം ഈ നിമിഷം അനുഗ്രഹിക്കപ്പെടുവാൻ നമുക്ക് ആഗ്രഹിക്കാം. എല്ലാ മാതാപിതാക്കളും തൻ്റെ മക്കളെ സമർപ്പിച്ചുകൊണ്ട് അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്ന സ്വർഗീയ നിമിഷം. എല്ലാ മക്കളും തൻ്റെ മാതാപിതാക്കളെ സമർപ്പിച്ചുകൊണ്ട് അനുഗ്രഹിക്കുവാനായി പ്രാർത്ഥിക്കുന്ന സ്വർഗീയ നിമിഷം. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സിലും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. തേജസ്സിലും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. പരിശുദ്ധ പരമം ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമം